അയോവയിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായിട്ട് 12 ദിവസം കഴിയുമ്പോഴും ഇവരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ പെൺകുട്ടികൾ ഇവാൻഡെയിലെ മേയേഴ്സ് തടാകത്തിന് സമീപത്ത് നിന്ന് സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതായുള്ള സുരക്ഷാ ക്യാമറ വീഡിയോ അധികൃതർക്ക് ലഭിച്ചു. ഇത് അന്വേഷണത്തിന് സഹായകമാകും എന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് അധികൃതർ. ഇവർ ഓടിച്ചിരുന്ന സൈക്കിളുകൾ ഈ തടാകത്തിന് സമീപത്ത് നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്ന പോലീസിന്റെ നിഗമനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. മേയേഴ്സ് തടാകത്തിലേക്കുള്ള വഴിയരികിലുള്ള ഒരു കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:11 ഇവർ വീട്ടിലേക്ക് സൈക്കിളിൽ പോകുന്നതായുള്ള ദൃശ്യങ്ങൾ കാണാനായത്. പെൺകുട്ടികൾ സൈക്കിളിൽ പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതായി പോലീസിനെ അറിയിച്ചത് ഈ കെട്ടിടത്തിന്റെ മാനേജറാണ്. അന്വേഷണത്തിന് തങ്ങളാൽ കഴിയുന്ന സഹായം എന്ന നിലയിലാണ് ഇവ പോലീസിന് കൈമാറിയത്. കുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ പോലീസ് ഏറ്റവും അധികം സംശയിക്കുന്നത് രക്ഷിതാക്കളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ 2ാം തവണയും നുണപരിശോധനയ്ക്ക് അധികൃതർ വിധേയനാക്കിയിരുന്നു. കുട്ടികളെ കണ്ടുപിടിക്കുന്നവർക്ക് $50,000 സമ്മാനവും FBI അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പുറത്തുവരുന്നത്.